നമസ്കാരം. യു നോ എവരിതിങ് ബട്ട് കാൺ സേ ഇറ്റ്. നിനക്കെല്ലാം അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. ഉള്ളിൽ നീ ജീനിയസ് ആണ്, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് നല്ല അറിവാണ്. പക്ഷേ ചില ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ അല്ലെ ചിലർ സംസാരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒന്നും പുറത്തു പറയാൻ പറ്റുന്നില്ല. എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നിന്റെ കഴിവില്ലായ്മയാണോ? അതോ നിനക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. നിന്റെ പേടി കൊണ്ടാണ്. പറയുന്നതെല്ലാം പെർഫെക്റ്റായിട്ട് പറയണം എന്നുള്ള ആകുലത കൊണ്ടാണ്. ശരിക്കും അത് വേണോ? നമുക്ക് പല കാര്യങ്ങളും അറിയാം. അറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റാം. ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചില വീഡിയോകളിൽ കാണാം, ചിലപ്പോൾ എൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരത്തെറ്റ് വന്നെന്ന് വരും. എപ്പോഴും അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പെട്ടെന്ന് സോറി എന്ന് പറയുക. എന്താ കുഴപ്പം? നമുക്ക് എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 100% തികഞ്ഞ വ്യക്തികളായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? മനുഷ്യനായാൽ തെറ്റുകൾ പറ്റും. ആ തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കൊന്നും അറിയാത്തതായി വരുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ എവിടെയും തുറന്ന് പറയുക. ആവശ്യമുണ്ടെങ്കിൽ അതിൽ തെറ്റുകൾ വന്നാൽ സോറി, എനിക്കറിയില്ല, ആർഗ്യൂ ചെയ്യണ്ട. ആർഗ്യൂ ചെയ്യാൻ പോകുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത്, അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. എവിടെയും സംസാരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ വന്നോട്ടെ, അത് സാരമാക്കേണ്ടതില്ല. കാരണം പെർഫെക്ഷൻ നോക്കി നിൽക്കരുത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു സ്റ്റേജിലായാലും ഇൻ്റർവ്യൂവിന് പോയാലും, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. നമ്മൾ പറയുന്നത് തെറ്റിപ്പോയെങ്കിൽ അവർ പറയുവാണ് ദിസ് റോങ് ആൻസർ. ശരി, ഇത് തെറ്റാണ്, സോറി. എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വില പോകുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ സംസാരിക്കാൻ മനസ്സിലുള്ളത് പുറത്തേക്ക് വിടുക. ഒരിക്കലും ഭയക്കേണ്ടതില്ല. കാരണം ഈ ലോകം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് മാത്രമേ അതിൽ വിജയിക്കുവാൻ കഴിയൂ. തീർച്ചയായും നിങ്ങൾ വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.